ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മോയ്സ്ചറൈസറുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മോയ്സ്ചറൈസർ നമ്മുടെ സ്കിൻ എന്തോ ആയിക്കോട്ടെ, എന്ത് സ്കിൻ ടൈപ്പോ ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, ഓയിലി ആയിക്കോട്ടെ, കോമ്പിനേഷൻ ആയിക്കോട്ടെ, ആക്നെ പ്രോൺ ആയിക്കോട്ടെ, മോയ്സ്ചറൈസേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. കാര്യം എന്തെന്ന് വെച്ചാൽ മോയ്സ്ചറൈസേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ സ്കിൻ ഒന്ന് സ്മൂത്ത് ആവും, പിന്നെ നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്റ്റ് ആവും, മാത്രമല്ല ഹീൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റ് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ, അതായത് ഇൻഗ്രീഡിയൻസ്, സെറംസ് ഒക്കെ നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യാനും നമ്മുടെ മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മുടെ നോർമലായിട്ട് സ്കിൻ മോയ്സ്ചറൈസർ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ സെബം ഇല്ലേ, നമ്മുടെ സ്കിന്നിലുള്ള സെബം, അത് ഒരു ടൈപ്പ് മോയ്സ്ചറൈസർ ആണ്. പക്ഷെ അത് നമ്മുടെ സ്കിന്നിന് ഇനഫ് അല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു എൻവയോൺമെന്റൽ കണ്ടീഷനിൽ അത് ഇനഫ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് മോയ്സ്ചറൈസേഴ്സ് കൊടുക്കുന്നത്. മോയ്സ്ചറൈസേഷന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സ്കിന്നിന് ഒരു പരിപാടി ചെയ്യും എന്ന് വെച്ചാൽ ട്രാൻസ് എപ്പിഡെർമൽ വാട്ടർ ലോസ് എന്ന് പറയും. അതായത് നമ്മുടെ സ്കിന്നിന്റെ ഡീപ്പർ ലെയറിൽ നിന്ന് വാട്ടർ നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അത് തടയാനായിട്ടുള്ള സാധനമാണ് നമ്മുടെ സ്കിൻ ബാരിയർ. അതായത് ഒരു ടൈപ്പ് ഡെഡ് സ്കിൻ തന്നെയാണ് സ്കിൻ ബാരിയർ, ഏറ്റവും ഔട്ടർ മോസ്റ്റിലുള്ള, അതായത് സ്ട്രാറ്റം കോർണിയം പോലെയുള്ള ലേയേഴ്സ്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ പുറത്തുനിന്നും കൂടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഒരു മോയ്സ്ചറൈസേഷൻ നമ്മൾ ഈ ഒരു സ്കിൻ ബാരിയറിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഡാമേജ് ആവുകയും, അത് ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയർ പോയില്ലേ, അത് ഡാമേജ് ആവുകയും എൻവയോൺമെന്റിൽ നിന്നുള്ള പൊല്യൂഷൻസ്, ബാക്ടീരിയാസ് ഒക്കെ നമ്മുടെ സ്കിന്നിലോട്ട് വരികയും സ്കിൻ ബ്രേക്ക്ഔട്ട്സും ഡ്രൈനസും ഒക്കെ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് മോയ്സ്ചറൈസേഷൻ നമ്മുടെ സ്കിന്നിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിൻ ബാരിയർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലിപ്പിഡ് ലെയർ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ലിപ്പിഡ് ലെയർ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി പാലബിൾ ആണ്. മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിന് ഒരു സ്മൂത്ത് എഫക്റ്റ് തരും. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണ്. അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആവത്തില്ല. നാച്ചുറൽ ആയിട്ട് ആകുമ്പോൾ ഈ ലിപ്പിഡ് ലെയർ പ്രൊട്ടക്ഷൻ തരുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവാത്തതും, പിന്നെ ഇച്ചിങ് ഒന്നും വരാത്തതും, പിന്നെ പൊരിഞ്ഞിളവലൊക്കെ ഒന്നും ഇല്ലാവാതിരിക്കുന്നതും, പിന്നെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കുന്നത് ഈ ഒരു ലിപ്പിഡ് ലെയർ കൊണ്ടാണ്. അപ്പൊ ഈ ലിപ്പിഡ് ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ടാണ് ഈ സ്കിൻ ബാരിയർ ഡാമേജ് ആകുമ്പോൾ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവുന്നതും, ഫ്ലേക്കി അപ്പിയറൻസ് വരുന്നതും, മാത്രമല്ല ഒരു ഇച്ചിനെസ്സും റെഡ്നെസ്സും പിന്നെ മൂക്കുരും ഒക്കെ വരുന്നത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുന്നതുകൊണ്ടാണ്. ഞാൻ അതാണ് എപ്പോഴും പറയുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് എപ്പോഴും ശ്രദ്ധിച്ച് വാങ്ങിക്കണം. കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യത്തില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതല്ലെങ്കിൽ ഓവർ എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ സ്റ്റിറോയിഡ് ക്രീംസ് യൂസ് ചെയ്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആവുന്നത്. ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മോയ്സ്ചറൈസർ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ നോക്കണം, ഏതൊക്കെ ഇൻഗ്രീഡിയൻറ്റ് വേണം അതിനകത്ത് നോക്കാൻ. നിങ്ങൾ നോക്കേണ്ടത് അത് ഷിയ ബട്ടർ ഉണ്ടോ എന്ന് നോക്കുക, അതിന്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ്. അതല്ലെങ്കിൽ കൊക്കോ ബട്ടർ ഉണ്ടോ എന്ന് നോക്കുക, അതല്ലെങ്കിൽ സെറമൈഡ് ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഗ്ലിസറിൻ ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഓയിൽസ് ഉണ്ടോ എന്ന് നോക്കുക. ഇത് അഞ്ചുമാണ്. ഇതിൽ അഞ്ചിൽ ഏതെങ്കിലും ഒന്നും അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒക്കെ രണ്ടെണ്ണം ഒരുമിച്ചും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയതാണ്. മാത്രമല്ല നിങ്ങളുടെ മോയ്സ്ചറൈസർ എപ്പോഴും തിക്ക് ആയിരിക്കണം. അതല്ലെങ്കിൽ ഒരു ലോഷൻ ടൈപ്പ് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യണം. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ഓൾറെഡി ഡ്രൈ ആണ്. അപ്പോൾ ആ ഡ്രൈ സ്കിന്നിനകത്ത് ആ ഒരു പ്രൊട്ടക്ഷൻ വളരെ വീക്ക് ആകുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി നല്ല രീതിയിൽ ഹൈഡ്രേഷനും മോയ്സ്ചറൈസേഷനും ഒക്കെ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിൻ നമുക്ക് പ്രോപ്പറായിട്ട് നോർമൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം നമുക്കൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് നോർമൽ സ്കിന്നായിട്ട് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടത്. അപ്പം നമ്മൾ മാക്സിമം ഒരു തിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഡ്രൈ സ്കിൻകാർ ജെൽ ടൈപ്ഡ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യരുത്. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞാൻ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ എൻ്റെ സ്കിൻ അങ്ങ് ഡ്രൈ ആവുന്നു. അതിന് കാര്യം എന്തെന്ന് വെച്ചാൽ മോസ്റ്റ്ലി നിങ്ങൾ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഒക്കെ, മോയ്സ്ചറൈസർ ലൈറ്റ് വെയ്റ്റിനെ കുറച്ചുകൂടെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കും. അത് കാരണം നമുക്ക് ഒരു സ്കിന്നിന് ആവശ്യത്തിലുള്ള ഹൈഡ്രേഷനും കിട്ടത്തില്ല. മാത്രമല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യണം. പക്ഷെ നിങ്ങൾ വാട്ടർ ബേസിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ സ്കിന്നിന് വേണ്ടത്ര ഹൈഡ്രേഷൻ തരത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടും നിങ്ങളുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആയിട്ട് തോന്നുന്നത്. ഇനി നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കണം? ഒന്നുകിൽ അതിനകത്ത് ഗ്ലിസറിൻ നോക്കണം, അല്ലെങ്കിൽ ഹൈഡ്രോണിക് ആസിഡ് നോക്കണം, അതല്ലെങ്കിൽ സെറമൈഡ് നോക്കണം, അല്ലെങ്കിൽ സിങ്ക് PCA നോക്കണം, അല്ലെങ്കിൽ പാൻറ്റോഥിനോൾ നോക്കണം, അല്ലെങ്കിൽ അലറ്റോണിൻ നോക്കണം. ഈ 6 ഇൻഗ്രീഡിയൻറ്റ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് എടുക്കണം. കാരണം കൂടുതലും ഓയിലി സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിൻകാർക്ക് വരുന്നൊരു പ്രശ്നമാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വിയർക്കുന്ന ഒരു സ്വഭാവം. അതിന് കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കിൻ റിജക്റ്റ് ചെയ്യും. കാരണം ഓവറായിട്ട് ഒരു
സ്കിന്നിന് തന്നെ ഹെവി ഫീൽ വരുന്ന കാരണം ഒരു വിയർപ്പായിട്ട് പുറത്ത് കളയുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും സൺസ്ക്രീനും ഒക്കെ സെലക്ട് ചെയ്യണം. പിന്നെ മാത്രമല്ല നിങ്ങൾ തിക്ക് ആയിട്ടുള്ളതാണ് എടുക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഓയിലി സ്കിന്നോ അല്ലെങ്കിൽ ഒരുപാട് ഓപ്പൺ പോസും ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഓവറായിട്ട് ബ്രേക്ക് ഔട്ട് ആവാനും ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നോൺ കോമിഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്താൽ, പ്രത്യേകിച്ച് ആക്നെ പ്രോൺ സ്കിൻ കെയർ അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഒക്കെ ഉള്ള ആൾക്കാർ നോൺ കോമിഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി നമ്മൾ എങ്ങനെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നമ്മളൊരു മോയ്സ്ചറൈസർ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെറത്തിന് ശേഷമാണ് നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നത്. അതിനുശേഷം നിങ്ങളുടെ സൺസ്ക്രീൻ മോയ്സ്ചറൈസറിന് മുന്നേ അല്ല, മോയ്സ്ചറൈസറിന് ശേഷമാണ്. കാരണം സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ഉള്ള സാധനമാണ്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടാണോ മോയ്സ്ചറൈസർ ഇടുന്നത്? അല്ല, മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷമാണ് സൺസ്ക്രീൻ ഇടുന്നത് ഡേ ടൈമിൽ. നൈറ്റിലാണെങ്കിൽ നിങ്ങൾ നൈറ്റ് ക്രീം ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടുക. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞാൻ നൈറ്റ് ക്രീം ഇട്ടിന് മോയ്സ്ചറൈസർ ഇടണോ? അങ്ങനെ ചെയ്യരുത്. നൈറ്റ് ക്രീം ഓക്കെ ഫൈൻ, പക്ഷെ അതിനുശേഷം മോയ്സ്ചറൈസർ കൂടെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് നിങ്ങൾ ആ കോജിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, നൈറ്റ് ക്രീം ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലൊരു ഗുഡ് ഐഡിയ ആണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ബോഡി എടുക്കുക. അപ്പൊ നമ്മൾ നോർമലി ഇപ്പൊ ഫേസിൽ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ നമ്മൾ സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കും. അതായത് ഡ്രൈ, ഓയിലി കോമ്പിനേഷൻ ആയിരിക്കും, അങ്ങനെയായിരിക്കും. പക്ഷെ നോർമലി നമ്മുടെ ബോഡിയുടെ എടുക്കുമ്പോഴത്തേക്ക് സ്കിൻ ടൈപ്പ് എടുക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും ഡ്രൈ സ്കിൻ ആയിരിക്കും. എക്സ്ട്രീംലി ഡ്രൈ അല്ലെങ്കിൽ ഡ്രൈ, അങ്ങനത്തെ ഒരു സ്കിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുളിച്ചതിന് ശേഷം ഒന്ന് ഒരു ടവൽ ഡ്രൈ ചെയ്യുക. എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വെയിറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇപ്പൊ നിങ്ങളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ, ഗ്ലിസറിൻ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. അതല്ല നോർമൽ ഡ്രൈ ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ എന്നെ നോർമൽ ഡ്രൈ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ആ ഒരു വെറ്റ്നെസ്സിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. എപ്പോഴും അതും നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഫേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്ടർ റിറ്റെയിൻ ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടുന്നത് നല്ലതാണ്. പക്ഷെ എന്ന് പറയുന്നത് മുഖം വെള്ളം നല്ല രീതിയിൽ വെച്ചിട്ട് മോയ്സ്ചറൈസർ ഇല്ല, ഒരു ചെറിയ ഡാമ്പ് ആക്കിയിട്ട് ശേഷം ഡാം സ്കിന്നിൽ വേണം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ. എപ്പോഴും ശ്രദ്ധിക്കുക, അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിക്കൊക്കെ യൂസ് ചെയ്യും, പക്ഷെ എന്നാലും നിങ്ങൾ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്താൻ സാധ്യതയില്ലേ? അപ്പൊ നമ്മൾ 8 മോയ്സ്ചറൈസർ മിസ്റ്റേക്കുകളെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അത് കാണാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഏതൊക്കെയാണ് മിസ്റ്റേക്കുകളെന്ന്. ഇതിപ്പോ ഞാൻ എന്താണ് മോയ്സ്ചറൈസർ എന്നൊക്കെ അല്ലേ പറഞ്ഞേക്കുന്നത്, അതിനകത്ത് നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളെ പറ്റി നേരത്തെ മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കി നോക്കേട്ടോ. ഇനി വേറെ കോമൺ ആയിട്ട് മോയ്സ്ചറൈസറിൽ എല്ലാവരും പറയുന്ന ഒരു തെറ്റല്ല, ഒരു കുറ്റമാണ്. ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, പക്ഷെ എനിക്ക് ഭയങ്കര കണ്ണിറിറ്റേഷൻ വരുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് നമ്മൾ മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ വേണ്ടി ഫോർമുലേറ്റ് ചെയ്യുന്ന ചില സാധനങ്ങൾ ഐ ഇറിറ്റേഷൻസ് വരും. എക്സാമ്പിൾ പറഞ്ഞാൽ ഫിനോക്സി എത്തനോൾ അല്ലെങ്കിൽ പാരബിൻ, ഇതൊക്കെ അതിനകത്ത് വരുന്ന ചില ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഐ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ജനറൽ ആയിട്ട് എല്ലാവർക്കും വരണമെങ്കിൽ ഒരു 5-6 പേരെടുത്ത് അതിനകത്ത് ഒരാൾക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരാൾ എൻ്റെ അടുത്ത് ഡോക്ടർ ഷെയ്ത്തിന്റെ പറഞ്ഞു, വേറൊരാൾ ഡോട്ട് ആൻഡ് കി, എന്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ, ഞാൻ ലൈക്ക് 1 ഇയർ ആയിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, അതിനകത്ത് പറയും. പക്ഷെ എനിക്ക് ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതുവരെ ഇറിറ്റേഷൻസ് വന്നില്ല. അപ്പൊ അത് ഓരോരുത്തരുടെയും ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ അത് ഇപ്പൊ അയാൾക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരണം എന്നൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞ പ്രശ്നമില്ല. നമ്മള് പീനട്ട്, അതായത് നമ്മൾ കടല, ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് എറണാകുളം മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് കടല എന്ന് പറയും, നമ്മള് താഴെ തിരുവനന്തപുരം, കൊല്ലംകാര് കപ്പലണ്ടി എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് കപ്പലണ്ടി അലർജി ഉണ്ടാകത്തില്ല. എക്സാക്ട്ലി അതുപോലെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻസ് വരും, ചിലവർക്ക് വരണം എന്നില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഓവർ ഹൈഡ്രേറ്റ്സ് ചെയ്യുക, അതായത് ഓവർ മോയ്സ്ചറൈസേഷൻ യൂസ് ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ചില ആൾക്കാർ രാവിലെ മോയ്സ്ചറൈസർ ഇടും, എന്നിട്ട് പുറത്തു പോയിട്ട് വന്നിട്ട് വീണ്ടും മോയ്സ്ചറൈസർ ഇടും, കുളിച്ച് കഴിഞ്ഞാൽ അപ്പം മോയ്സ്ചറൈസർ ഇടും, ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുന്നേ മോയ്സ്ചറൈസർ ഇടും. ഓവർ മോയ്സ്ചറൈസേഷൻ ഡെയിലി ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിനകത്ത് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സാധാരണ യൂസ് ചെയ്ത ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഓവറായിട്ട് യൂസ് ചെയ്ത കാരണം അത് ചിലപ്പോൾ നിങ്ങൾക്ക് അലർജി ആവായിട്ട്, അതായത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സ്കിൻ നിങ്ങൾ ഹൈഡ്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ അത് എക്സ്ട്രീംലി ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒന്നും നമ്മൾ ഓവർഡു ചെയ്യരുത്. അപ്പൊ നിങ്ങൾ ഓവർഡു ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസേഴ്സിൽ ഒരുപാട് ഫ്രാഗ്രൻസും പെർഫ്യൂംസും ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ അത് ഒരുപാട് നാൾ ആ ഫ്രാഗ്രൻസ് പെർഫ്യൂംസും ഒരു 10 വർഷം അങ്ങനെ കണ്ടിന്യൂസ്, 10 ഞാനൊരു എക്സ്ട്രീം പറയാം, അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ സ്കിൻ കെയറിന് വേണ്ടി മാത്രം സെലക്ട് ചെയ്യുക, ഫ്രാഗ്രൻസിന് വേണ്ടി സെലക്ട് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് റെക്കമെൻഡേഷൻ നോക്കാം. ഇത് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ഓയിലി സ്കിൻകാർക്കാണ്. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ ആണെങ്കിലും അതല്ല നിങ്ങൾക്ക് ഒരു ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് നോർമൽ സ്കിൻ ആണ്,
അപ്പോൾ നിങ്ങൾക്ക് ഒരു ജെൽ ടൈപ്ഡ് മോയ്സ്ചറൈസർ മതിയെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡോക്ടർ ഷേത്തിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ ആണ്, ഓയിൽ ഫ്രീ ഉണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഡോട്ട് ആൻഡ് കിയുടെ സിക്ക ആൻഡ് നിയാസിനമൈഡ് മോയ്സ്ചറൈസർ ആണ്. മൂന്നാമത്തേന്ന് വെച്ചാൽ മിനിമലിസ്റ്റിന്റെ വിറ്റാമിൻ B5 ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഉണ്ട്. നാലാമത്തേന്ന് വെച്ചാൽ ഡോട്ട് ആൻഡ് കിയുടെ തന്നെ ഒരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ഉണ്ട്, ജെൽ ടൈപ്പ് 72 അവേഴ്സിന്റെ. അഞ്ചാമത്തേന്ന് വെച്ചാൽ നമ്മുടെ സ്പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. ആറാമത്തേന്ന് വെച്ചാൽ ഡെർമക്കോഡ 1% സാലിസിലിക് ആസിഡ് മോയ്സ്ചറൈസർ. അത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായിട്ടാണ് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഫസ്റ്റ് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുക. നിങ്ങൾ മോർണിംഗിൽ വേറെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മോയ്സ്ചറൈസർ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ഏഴാമത്തെ സിമ്പിളിന്റെ ഹൈഡ്രോ ബൂസ്റ്റ് മോയ്സ്ചറൈസർ ഉണ്ട്. അത് എട്ടാമത്തേന്ന് വെച്ചാൽ റിക്വെലിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഉണ്ട്, അത് സെറമൈഡും കൂടെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. പിന്നെ അടുത്ത ഒമ്പതാമത്തേന്ന് വെച്ചാൽ നമ്മുടെ പ്ലമ്മിന്റെ ഗ്രീൻ ടീ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് ഇത്രയും നല്ലൊരു ഓപ്ഷൻസ് ആണ്. നിങ്ങളുടെ അടുത്ത് ഡ്രൈ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ മോയ്സ്ചറൈസർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് ഡ്രൈ സ്കിൻകാർക്ക് മാത്രമല്ല, നിങ്ങളുടെ കോമ്പിനേഷൻ ഡ്രൈ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണ് നിങ്ങൾക്ക് വന്നാൽ കുറച്ച് തിക്ക് മോയ്സ്ചറൈസറിനോടാണ് ഇഷ്ടമെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ 5% മെറുല്ല ഓയിൽ മോയ്സ്ചറൈസർ ഉണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഡോട്ട് ആൻഡ് കിയുടെ സെറമൈഡ് ആൻഡ് ഹൈൽട്രോണിക് ആസിഡ് മോയ്സ്ചറൈസർ ഉണ്ട്. മൂന്നാമത്തേന്ന് വെച്ചാൽ ഫോക്സ്റ്റൈലിന്റെ തന്നെ സെറമൈഡ് ആൻഡ് ഹൈൽട്രോണിക് ആസിഡ് മോയ്സ്ചറൈസർ ഉണ്ട്. നാലാമത്തേന്ന് വെച്ചാൽ സിമ്പിളിന്റെ കൈൻഡ് ടു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ഉണ്ട്. അഞ്ചാമത്തേന്ന് വെച്ചാൽ സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ. ആറാമത്തേന്ന് വെച്ചാൽ പിൽഗ്രിമിന്റെ സ്ക്വാലിൻ മോയ്സ്ചറൈസർ. ഏഴാമത്തേന്ന് വെച്ചാൽ സെറാവിയുടെ മോയ്സ്ചറൈസർ ഉണ്ട്, വൺ ഓഫ് ദി ബെസ്റ്റ് ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെർമക്കോഡ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ 3% വിറ്റാമിൻ ഇയും ഡെർമക്കോഡ സെറമൈഡ് മോയ്സ്ചറൈസർ വിത്ത് ഹൈൽട്രോണിക് ആസിഡിന്റെ ഉണ്ട്. പിന്നെ അവീനോയുടെ മോയ്സ്ചറൈസർ ഉണ്ട്. അത് ലാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോക്സ്റ്റൈലിന്റെ തന്നെ ഡെയിലി ഫേസ് മോയ്സ്ചറൈസറും. ഇത് ഇത്രയും നമുക്ക് ഡ്രൈ സ്കിൻകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോയ്സ്ചറൈസേഴ്സ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ മോയ്സ്ചറൈസേഴ്സിനെ പറ്റിയിട്ടായിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും ഞാൻ വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.